എന്റെ മകൻ എന്നെങ്കിലും എന്നെ തേടി വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണോ ഞാൻ കാത്തിരുന്നത്. കണ്ടില്ലേ, ഇപ്പോ എന്റെ പ്രാണൻ കോരിയെടുത്ത് എന്നെ വീണ്ടും ജീവിപ്പിച്ചതും എന്റെ മകൻ തന്നെയാ. എന്റെ മകനെ എന്റെ അടുത്തേക്ക് അയച്ചത് ഈശ്വരനാടോ, സാക്ഷാൽ ഈശ്വരൻ. ആകാശം മുട്ട വളർന്നപ്പോഴെങ്കിലും തനിക്ക് അച്ഛനെ കാണാൻ തോന്നിയില്ലോ. സന്തോഷായി. എന്താ തിരുമേനെ നേരിട്ടണ്ട് ചീത്ത പറയണെന്ന് പറഞ്ഞിട്ട് പറയണില്ലേ? അയാൾ എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ. എന്തു പറഞ്ഞാലും കേൾക്കാൻ ഈ അച്ഛൻ ബാധ്യസ്ഥനാണ്. അത്ര വലിയ ദ്രോഹ തന്റെ ജീവിതത്തോട് ഈ അച്ഛൻ ചെയ്തത്. പറഞ്ഞോളൂ, തന്റെ അമർഷം തീരും വരെ ഈ അച്ഛനെ ഒന്ന് ശകാരിക്കണോ? ഈശ്വരൻ, നീ ഒരാളെ കണ്ടെന്ന് നീ എവിടെ അങ്ങ് പോകേണ്ട കാര്യം. നീ ഇവിടെ കുട്ടികളൊന്നുമില്ല, ഇത് അംഗൻവാടിയൊന്നുമല്ല, മനസ്സിലായില്ലേ? എന്റെ വാവച്ചി ഈശ്വര, ഇതാണ് വാവച്ചി. ഇത് വാമന്നല്ലേ? 5 മിനിറ്റുള്ള ഒരു കീർത്തനം പാടിക്കൊണ്ടും വരാന്നും പറഞ്ഞു പോയ ആളാണ്. എന്നിട്ട് ഇവിടെ അച്ഛനും മോനും കൂടി കെട്ടിപ്പിടിച്ച് നിൽക്കണല്ലേ. എന്നാ പിന്നെ കമലഹാസന്റെ സിനിമയെ പോലെ ഒരു കിസ്സും കൂടി കൊടുത്തുണ്ടായിരുന്ന. ബില്ല് കൊടുക്കാൻ കാശില്ലാത്തിന്റെ പേരിൽ ആ ബാറുകാരനെ തല്ലി കൊല്ലാറാക്കി. നേരം വെളുക്കുന്ന വരെ ഉള്ള കണ്ട വേസ്റ്റ് പാത്രം മുഴുവൻ എന്നെ കൊണ്ട് കഴിപ്പിച്ച് 2 പ്രാവശ്യം ഉറങ്ങിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ 2 കണ്ണിലെ ഒരു അച്ചാർ തേച്ച് 1200 രൂപ ബില്ലിൽ 2500 രൂപ പണി എന്നെ കൊണ്ട് അവരിപ്പിച്ച് 2 കണ്ണും അച്ചാറിടുകയും ചെയ്ത്. സമാധാനം. ഞാൻ എന്ത് ചെയ്യാനാടാ? ഞാൻ ഇന്നലെ അടിച്ച് ഭൂമി ദേവി ആയിപ്പോയി. അവസാനം ഈ ഭൂമിന്ന് ആരാണ്ട് എന്നെ പിടിച്ച് അകത്ത് കിടത്തി. എടാ, നമ്മള് വിചാരിക്കണ ആളല്ല അച്ഛൻ. കർത്താവ് ആള് മാറിപ്പോയാ അപ്പൊ ഇവിടുന്ന് കിട്ടാലേ പണി. അതല്ലടാ, പിന്നെ അച്ഛന് പാവണെന്ന്. അപ്പൊ അച്ഛനും മോനും ഒന്നല്ലേ? ആരാ? എന്റെ കൂടെ നാട്ടിൽ നിന്ന് വന്നതാ. ഇന്നലെ രാത്രി ഒറ്റക്കാക്കിയിട്ട് പോകുന്നതിന്റെ സങ്കടം പറയായിരുന്നു. എന്താ പേര്? മഹാദേവൻ നമ്പൂതിരി. മത്തായി ആണെന്ന്. അത് മതിയാ. പക്ഷെ മാറാമ്പൽ എന്ന് പറഞ്ഞാലേ നാട്ടിലുള്ള ആൾക്കാരൊക്കെ അറിയുള്ളൂ. മാറാമ്പലോ? ആ, മാറാലല്ലേ, ചുക്കിലി. ഈ കുരിശും വീട്ടിലെ ചെറുപ്പത്തിലെ വന്നാണ് തട്ടിന് മുകളിൽ മാറാമ്പൽ അടിക്കാനായിട്ട്. പിന്നെ വാവച്ചിന്റെ കൂടെ ഒരു മാറാമ്പലായിട്ട് ഇങ്ങനെ കൂടി.